ഹായ് എല്ലാവർക്കും ടെക് വീഡിയോസ് കോർണറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളറിയാതെ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ആപ്പ് നമ്മുടെ ഫോണിലെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളറിയാതെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതും പോരാഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോസ് സ്കാൻ കൂടെ ചെയ്യുക. നമ്മൾ വിടൂ, കയ്യോടെ പൊക്കിയില്ലേ? എങ്ങനെയാണെന്നല്ലേ? ഇവനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വളഞ്ഞ വഴി തന്നെ പ്രയോഗിക്കേണ്ടി വന്നു. കാരണം നമ്മളുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്പിന് ഒരു പേരും അതേപോലെ തന്നെ ഒരു ലോഗോയും കാണും. എന്നാൽ ഈ ആപ്പ് നമ്മളുടെ ഫോണിൽ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫോണിലേക്ക് പോകാം. നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന നമ്മളുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ കാണാം ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ നമുക്ക് സെർച്ച് ഹെൽപ്പ് എന്നുള്ളൊരു ഭാഗം കാണാം. ആ സെർച്ച് ബാറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഇവിടെ നമ്മൾ ഡിലീറ്റ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ കാണാം ഡിലീറ്റ് ആപ്സ് ഓൺ യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് എന്നുള്ള ഭാഗം കാണാം. അവിടെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം ടാപ്പ് ടു ഗോ ടു ആപ്ലിക്കേഷൻ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെയും ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് താഴോട്ടേക്ക് ഇങ്ങനെ വരുമ്പോൾ അവനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം com.google Android Safety Core എന്നാണ് ഇതിൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ശ്രദ്ധിച്ച് കാണാൻ നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഫോൺ സ്വൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ പലതരം ആപ്ലിക്കേഷൻസിൻ്റെ കൂടെ ഇവനെ കണ്ടതായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ഇവനെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന ഭാഗം കൊടുത്തിട്ട് ഇവനെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ ഒരു ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫോണിൽ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കുറേ ഫോട്ടോസുകളൊക്കെ സൂക്ഷിക്കുകയാണെന്നെങ്കിൽ അതും നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുമ്പോഴും നമ്മളറിയാതെ നമ്മളുടെ ഫോട്ടോസ് അവിടെ സ്കാൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും മസ്റ്റായിട്ട് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.